ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു എഡ്യൂഫിക്സ് അക്കാദമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MSc അനലിറ്റിക്കൽ കെമിസ്ട്രി എന്നുള്ള കോഴ്സാണ്. ഇതൊരു PG പ്രോഗ്രാമാണ്, MA പ്രോഗ്രാമാണ്. ഇത് നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കാവുന്നതാണ്. ഡ്യൂറേഷൻ വരുന്നത് 2 ഇയർ ആണ്, മാക്സിമം വരുന്നത് 4 ഇയർ ആണ്. മീഡിയം ഇംഗ്ലീഷിലാണ്, സ്പെഷ്യലൈസേഷൻ അനലിറ്റിക്കൽ കെമിസ്ട്രി എന്നുള്ളതായിരിക്കും. ഇന്ന് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഇത് നിങ്ങളൊന്ന് വായിച്ചു നോക്കാം എന്തൊക്കെയാണ് ഡിസ്ക്രിപ്ഷൻ വരുന്നത് എന്നുള്ളത്. പറയുകയാണെങ്കിൽ കെമിസ്ട്രിയുടെ അടിസ്ഥാന കാര്യങ്ങൾ കൃത്യമായി പഠിപ്പിച്ചു തരിക എന്നുള്ളത് ഇതിൻ്റെ ഒരു ലക്ഷ്യമാണ് ഈ കോഴ്സിൻ്റെ. അതുപോലെ ലാബ് വിഷയങ്ങളായ സ്പെക്ട്രോസ്കോപ്പിക്ക്, ക്രൊമാറ്റോഗ്രാഫിക്ക്, ഇലക്ട്രോ അനലിറ്റിക്കൽ രീതികൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നും അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതും മനസ്സിലാക്കാം. ഈ കോഴ്സ് ആർക്കൊക്കെയാണ് ഉപയോഗപ്പെടുന്നത്, ആർക്കൊക്കെയാണ് ഗുണകരമായിട്ടുള്ളത്? കെമിസ്ട്രി അല്ലെങ്കിൽ അനലിറ്റിക്കൽ കെമിസ്ട്രിയിൽ കൂടുതൽ മുന്നോട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു മികച്ച അവസരമാണ്. മെഡിക്കൽ ലാബുകളിലും വലിയ ഇൻഡസ്ട്രികളിലും എളുപ്പത്തിൽ ജോലി കണ്ടെത്താൻ ഇത് സഹായിക്കും. നിങ്ങളുടെ നിലവിലുള്ള വിദ്യാഭ്യാസ യോഗ്യത ഉയർത്തുക. കാരണം BSc കെമിസ്ട്രി ഒക്കെ ഉള്ളവർക്ക് MSc ഈ ഒരു അനലിറ്റിക്കൽ കെമിസ്ട്രിയിലോട്ട് മാറാൻ സാധിക്കും. അതുപോലെ തന്നെ റിസർച്ചിനും അധ്യാപനത്തിനും അത് ഉപയോഗപ്പെടും. എങ്ങനെ? കെമിസ്ട്രി മേഖലയിൽ റിസർച്ച് ഗവേഷണം ചെയ്യാനോ കോളേജുകളിൽ പഠിപ്പിക്കാനോ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു നല്ലൊരു കരിയർ ഉണ്ടാക്കി കൊടുക്കും. ഇതൊക്കെയാണ് ഏകദേശം നമ്മുടെ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ പറയുന്നത്. ഇനി നമുക്കിതിൻ്റെ എലിജിബിലിറ്റി നോക്കാം. അറിയാം, നമുക്ക് ഗ്രാജുവേഷനാണ് വേണ്ടത്, BSc ഗ്രാജുവേഷനാണ് വേണ്ടത്. അതിൽ എന്ത് ചെയ്യണം? നിങ്ങൾ കെമിസ്ട്രി എടുത്തിട്ടുണ്ടായിരിക്കണം. ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും കെമിസ്ട്രി BSc ഡിഗ്രി ഉള്ളവർക്ക് ഈ ഒരു കോഴ്സ് എടുക്കാം. അല്ലെങ്കിൽ BSc ഡിഗ്രി ഓർ ഇക്വലൻ്റ് ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് കെമിസ്ട്രി ആസ് വൺ ഓഫ് ദ 3 സയൻസ് സബ്ജക്റ്റ് വിത്ത് ഈക്വൽ. നമ്മളൊരു മേജർ ഡിഗ്രി അല്ലെങ്കിൽ ഒരു കോമൺ ഡിഗ്രി എടുത്ത BSc ഡിഗ്രി എടുത്തിട്ടുണ്ടെങ്കിൽ അതിലേതെങ്കിലും 3 സബ്ജക്റ്റുകളിൽ ഏതെങ്കിലും 3 സബ്ജക്റ്റുകൾ ഈക്വൽ വെയിറ്റേജിലുള്ള ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് അതിൽ നിങ്ങൾ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അതും അല്ലെങ്കിൽ ഗ്രാജുവേറ്റ്സ് വിത്ത് BSc ഡിഗ്രി ഫ്രം ആൻ ഓപ്പൺ യൂണിവേഴ്സിറ്റി വിത്ത് മിനിമം ഓഫ് 20 ക്രെഡിറ്റ്സ് ഓഫ് കെമിസ്ട്രി കോഴ്സസ്. നിങ്ങളൊരു ഓപ്പൺ ഡിഗ്രി BSc ഡിഗ്രി എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു കോഴ്സിന്, ആ കോഴ്സിൽ നിങ്ങൾ കെമിസ്ട്രി എന്ന സബ്ജക്റ്റിന് നിങ്ങൾക്ക് 20 ക്രെഡിറ്റ് എങ്കിലും ഉണ്ടായിരിക്കണം. കെമിസ്ട്രിക്ക് മാത്രം ആ ഒരു കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട സബ്ജക്റ്റുകൾക്ക് 20 ക്രെഡിറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന്, അതായത് മാസ്റ്റർ ഓഫ് സയൻസ് അനലിറ്റിക്കൽ കെമിസ്ട്രി MSc അനലിറ്റിക്കൽ കെമിസ്ട്രി എന്ന് പറയുന്ന ഈ ഒരു കോഴ്സിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ ഫീസ് സ്ട്രക്ചർ ഒന്ന് നോക്കാം. 23,300 രൂപയാണ് ഫസ്റ്റ് ഇയറിൻ്റെ പെർ ഇയറാണ് ഫീ. നോക്കൂ നിങ്ങൾ, പെർ ഇയറാണ് ഫീ. അതുപോലെ അതിൻ്റെ കൂടെ രജിസ്ട്രേഷൻ ഫീ എന്നും ഡെവലപ്മെൻറ്റ് ഫീ എന്ന് പറഞ്ഞിട്ട് 700 രൂപയും കൂടി കൂടും. അപ്പോൾ 23,300 നമ്മൾ 700 രൂപ ആഡ് ചെയ്താൽ 24,000 രൂപ ഫസ്റ്റ് ഇയറിനും സെക്കൻഡ് ഇയറിൽ 23,300 രൂപയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഫീ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഈ ഒരു കോഴ്സ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതിലൊരു ഓപ്ഷൻ ഉണ്ട്, 15% ഡിസ്കൗണ്ട് ലഭിക്കാവുന്ന ഓപ്ഷൻ. അത് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫീ നമുക്ക് കുറയ്ക്കാൻ, ടെക്സ്റ്റ് ബുക്ക് വേണ്ട എന്ന രൂപത്തിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 15% ഡിസ്കൗണ്ട് ലഭിക്കും. പക്ഷേ എങ്ങനെ നിങ്ങൾ പഠിക്കും ടെക്സ്റ്റ് ബുക്കില്ലാതെ? ഇതിനുവേണ്ടി നിങ്ങൾക്ക് ഇഗ്നോയിലെ വെബ്സൈറ്റിൽ നിന്നും ഈഗാൻ ഘോഷിൽ നിന്നും, ഈഗാൻ ഘോഷ് എന്ന് പറഞ്ഞാൽ ഇഗ്നോയുടെ ഒരു വെബ്സൈറ്റാണ് സ്റ്റഡി മെറ്റീരിയലിൻ്റെ, അതിൽ നിന്ന് നിങ്ങൾക്ക് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ലാപ്ടോപ്പിലോ മൊബൈൽ ഫോണോ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? പഠിക്കാവുന്നതാണ്. ഇതിൻ്റെ കോഴ്സുകൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് സെമസ്റ്ററിൽ വരുന്ന, ഇതൊരു ഇയർ വൈസ് പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് സെമസ്റ്റർ വൈസ് ആയിട്ട് ഇതിൻ്റെ കോഴ്സുകൾ തരംതിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് സെമസ്റ്ററിൽ വരുന്ന പ്രോഗ്രാംസ് നമുക്ക് നോക്കാം. 3 തിയറി പേപ്പേഴ്സ്, ഓർഗാനിക് കെമിസ്ട്രി 1, അതുപോലെ തന്നെ ജനറൽ ഫിസിക്കൽ കെമിസ്ട്രി തുടങ്ങിയ തിയറി പേപ്പേഴ്സും, അതുപോലെ തന്നെ 3 ലാബുകളും 2 ക്രെഡിറ്റ്സിൻ്റെ 3 ലാബുകളും. ഈ ക്രെഡിറ്റ്സ് എന്താണെന്ന് അറിയാത്തവർ ക്രെഡിറ്റ്സിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് നോക്കൂ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ സ്റ്റാർ കാണുന്നില്ല ഇവിടെ, ഈ
MCH015 എന്ന് പറഞ്ഞിട്ടുള്ള ഈ കോഴ്സുകൾക്ക് ഇത് ഇലക്റ്റീവ് കോഴ്സുകളാണ്. ഇതിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്താൽ മതിയാവും കേട്ടോ. 2 ക്രെഡിറ്റാണ് ലാബുകൾക്കും ഈ 2 ഇലക്റ്റീവ് പേപ്പറുകൾക്കും ഉള്ളത്. ലേണേഴ്സ് മേ ടേക്ക് MCH014 ഓർ MCH015 ഡിപ്പെൻഡിങ് ഓൺ ദിയർ റിക്വയർമെൻറ്റ്. ഇതിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്താൽ മതി. രജിസ്റ്റർ ചെയ്യുന്ന സമയത്താണ് ചൂസ് ചെയ്യേണ്ടത്, കറക്റ്റായിട്ട് ചൂസ് ചെയ്യണം. അപ്പോൾ നമ്മളത് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് രജിസ്റ്റർ ചെയ്ത് തരും. നിങ്ങൾ ഓൺലൈനായിട്ട് നിങ്ങളെ ഡിഗ്രി സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റും +2 SSLCയും ആധാർ കാർഡും അതുപോലെ സൈനും ഫോട്ടോയും അയച്ചു തന്നാൽ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ എടുക്കാം. നിങ്ങൾ എവിടെയും പോവേണ്ട ആവശ്യമില്ല, നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഓൺലൈനായിട്ടാണ് പേയ്മെൻറ്റ്, ഓൺലൈനായിട്ട് രജിസ്ട്രേഷൻ അപ്ലോഡ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഓൺലൈനായിട്ടാണ്. അപ്പോൾ നമുക്ക് സെക്കൻഡ് സെമസ്റ്ററിലോട്ട് വരുന്ന സമയത്ത് ഇതുപോലെ തന്നെ 4 ക്രെഡിറ്റിൻ്റെ 3 തിയറി പേപ്പറുകളും 3 ലാബുകളും ഇവിടെ എന്തുണ്ട്, ഇവിടെ ഒരു 4ാമത്തെ ഒരു പേപ്പർ കൂടിയുണ്ട്, ഗ്രീൻ കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ 4 തിയറി പേപ്പറുകളും 3 ലാബുകളുമാണ് ഉള്ളത്. അതുപോലെ തന്നെ തേർഡ് സെമസ്റ്ററിലോട്ട് വരുന്ന സമയത്ത് 3 തിയറി പേപ്പറുകളും 2 ലാബുകളുമാണ് ഉള്ളത്. അതുപോലെ തന്നെ ഫോർത്ത് സെമസ്റ്ററിലോട്ട് വരുന്ന സമയത്ത് 3 തിയറി പേപ്പറുകളും 3 ലാബുകളുമാണ് ഉള്ളത്. അങ്ങനെയാണ് ഈ ഒരു കോഴ്സിൻ്റെ സ്ട്രക്ചർ വരുന്നത്. ഓക്കെ, ഇതിൽ പ്രൊജക്റ്റിനെ കുറിച്ചിട്ടൊന്നും പറയുന്നില്ല, ലാബുകളാണ് കാര്യമായിട്ടുള്ളത്. ഫസ്റ്റ് സെമസ്റ്റർ മുതൽ ഫോർത്ത് സെമസ്റ്റർ വരെ നിങ്ങൾക്ക് ലാബുകളുണ്ട്. അപ്പോൾ ഈ ലാബ് എവിടെ നിന്നാണ് ചെയ്യുക? ഈ ലാബ് നിങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നതൊക്കെ സ്റ്റഡി സെൻറ്റേഴ്സാണ്. സ്റ്റഡി സെൻറ്റേഴ്സ് നമുക്ക് എന്ത് ചെയ്യും, ലാബ് ചെയ്യുന്ന ആ പ്രോസസ്സ് ലാബിൻ്റെ ദിവസങ്ങൾ നമ്മൾ അറിയിക്കുകയും മെയിൽ വഴിയോ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയോ ടെക്സ്റ്റ് മെസ്സേജ് വഴിയോ ഇങ്ങനെ ഏതെങ്കിലും ഒരു മാർഗ്ഗങ്ങളിലൂടെ നിങ്ങൾ അറിയിക്കുകയോ ആ സമയത്ത് സ്റ്റഡി സെൻറ്ററിൽ നിങ്ങൾ എത്തിപ്പെടുകയും അവിടെ വെച്ചിട്ട് ഈ ലാബിൻ്റെ സെഷൻസ് നടത്തപ്പെടുകയും ചെയ്യും. അപ്പോൾ ലാബിൻ്റെ സെഷൻസ് ഉള്ള കോഴ്സുകൾ ലാബ് സെഷൻസ് പൂർണ്ണമായിട്ടും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. 70% ഐ തിങ്ക് അത്രയും നിങ്ങൾ ലാബ് സെഷൻസ് അറ്റൻഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ എലിജിബിൾ ആവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ലാബ് സെഷൻസ് അറ്റൻഡ് ചെയ്യാതെ എവിടെ വെച്ചിട്ടാണ്, സ്റ്റഡി സെൻറ്ററിൽ വെച്ചിട്ടാണ് നടത്തപ്പെടുന്നത്. അപ്പോൾ എന്താണ് സ്റ്റഡി സെൻറ്റർ, എന്താണ് റീജിയണൽ സെൻറ്റർ? കേരളത്തിൽ 3 റീജിയണൽ സെൻറ്ററുകളാണ്, കൊച്ചിൻ, അതുപോലെ തന്നെ ട്രിവാൻഡ്രം, വടകര, ഇങ്ങനെ 3 റീജിയനാണുള്ളത്. അതിൻ്റെ അണ്ടറിൽ ഓരോ സ്റ്റഡി സെൻറ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഈ ഏതെങ്കിലും ഒരു റീജിയൻ സെൻറ്ററിൻ്റെ അണ്ടറിൽ ഏതെങ്കിലും ഒരു സ്റ്റഡി സെൻറ്റർ ചൂസ് ചെയ്യണം. ആ സ്റ്റഡി സെൻറ്ററിലായിരിക്കും നമ്മളെ കോഴ്സുകൾ നടത്തപ്പെടുന്നത്. ഈ പറഞ്ഞ അസൈൻമെൻറ്റുകൾ സബ്മിറ്റ് ചെയ്യുന്നതും അതുപോലെ ലാബുകളൊക്കെ നടക്കുന്നതും ലാബ് എക്സാംസ് നടത്തുന്നതൊക്കെ സ്റ്റഡി സെൻറ്റേഴ്സുകളാണ്. എക്സാം സെൻറ്റേഴ്സ് വേറെയാണ്. നിങ്ങളത് എക്സാം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു തരും ഇത്ര എക്സാം സെൻറ്ററുകളാണ് നിങ്ങളുടെ ജില്ലയിലുള്ളത്. അപ്പോൾ തിയറി പേപ്പറുകൾക്ക് നിങ്ങൾ ഈ ഒരു എക്സാം സെൻറ്റേഴ്സുകളിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യണമെന്ന് പറയുമ്പോൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റഡി സെൻറ്റർ തന്നെ എക്സാം സെൻറ്ററായിട്ട് കൊടുക്കണമെന്നില്ല. സ്റ്റഡി സെൻറ്റർ വേറെയും എക്സാം സെൻറ്ററുകൾ വേറെയും അല്ലെങ്കിൽ സ്റ്റഡി സെൻറ്ററും എക്സാം സെൻറ്ററും സെയിം ആയിട്ടൊക്കെ കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു തരും. അപ്പോൾ നമ്മൾ കേരളത്തിൽ എവിടെയാണ് ഈ ഒരു കോഴ്സ് ചെയ്യാനുള്ളത് നോക്കാം. കൊച്ചിൻ റീജിയൻ സെൻറ്ററിൻ്റെ അണ്ടറിൽ കോളേജുകളില്ല, ട്രിവാൻഡ്രത്തുണ്ട്, അതുപോലെ തന്നെ വടകരയിലും ഇല്ല. അപ്പോൾ നമുക്ക് കേരളത്തിൽ ആകെ ഒരു കോളേജാണുള്ളത്, മാർ ഇവാനിയസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളേജിലാണ് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ അടുത്തുള്ളത്. അല്ലെങ്കിൽ മറ്റുള്ള ഭാഗപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക്, ബാംഗ്ലൂർ താമസിക്കുന്നവർക്ക് ബാംഗ്ലൂരിൽ ഈ ഒരു കോളേജ് സെലക്ട് ചെയ്യാവുന്നതാണ്, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു കോളേജിൽ വെച്ചിട്ടായിരിക്കും നിങ്ങൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്നതും അവരായിരിക്കും നിങ്ങൾക്ക് മാർക്ക് തരുന്നതും. അതുപോലെ തന്നെ നിങ്ങളെ ലാബുകൾ ഏറ്റവും ഫസ്റ്റ് സെമസ്റ്റർ മുതൽ ഫോർത്ത് സെമസ്റ്റർ വരെ നിങ്ങൾക്ക് ലാബ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളെ ലാബുകളൊക്കെ നടത്തപ്പെടുന്ന ഒരു കോളേജിലായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ലാബിനൊക്കെ അറ്റൻഡ് ചെയ്യാൻ ഈ ഒരു കോളേജിൽ നേരിട്ട് പോവേണ്ടി വരും. എക്സാംസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ വീടിനടുത്തുള്ള നിങ്ങളുടെ ജില്ലകളിൽ തിയറി പേപ്പർ അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു എക്സാം സെൻറ്ററുകളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, രജിസ്റ്റർ ചെയ്യാം. അത് എക്സാം രജിസ്റ്റർ ചെയ്യുന്ന സമയത്താണ് ഏതെല്ലാം കോളേജുകളൊക്കെ അവൈലബിൾ ആവുക എന്നുള്ളതൊക്കെ അറിയാൻ പറ്റുന്നത്. ഓരോ ജില്ലകളിലും ഏകദേശം 10ഓളം അല്ലെങ്കിൽ ഒരു 5 to 10 ഒരു സെൻറ്റേഴ്സുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ സെമസ്റ്റർ എക്സാമിനും അതിൻ്റെ എണ്ണം മാറ്റം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കോഴ്സ് നമ്മളിപ്പോൾ പറഞ്ഞു, ഇതിൻ്റെ ഫീ പറഞ്ഞു, ഇതിൻ്റെ എലിജിബിലിറ്റി പറഞ്ഞു, ഡിസ്ക്രിപ്ഷൻ പറഞ്ഞു, ഡ്യൂറേഷൻ പറഞ്ഞു, പിന്നെ എൻ്റെ ഒരു സിലബസ് ജസ്റ്റ് ഒന്ന് നോക്കി. ഇനി ഈ ഒരു പുസ്തകങ്ങളെ കുറിച്ചിട്ടൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു
കോഡ് പ്ലസ് ഇത് കോപ്പി ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇഗ്നോ എന്നും കൂടി അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈക്യാൻ ക്വസ്റ്റ്യന് ആ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഞാൻ ജസ്റ്റ് ഒരു ഫോർ എക്സാമ്പിൾ കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഇത് ടൈപ്പ് ചെയ്ത് വന്നിട്ട് ഇഗ്നോ എന്നിവിടെ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് വരുന്നത് നോക്കാം. കണ്ടോ, ആ ഒരു ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പേപ്പർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇതാണ് ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇത് അതിൻ്റെ യൂണിറ്റുകൾ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ രൂപത്തിൽ നിങ്ങളിത് ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളെ കൊണ്ട് പറ്റുന്ന പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണോ സബ്ജക്റ്റുകളാണോ ഇതിലുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാനും പറ്റും. ഈ ഒരു കോഴ്സ്, ഈ ഒരു അടിപൊളി കോഴ്സ് നിങ്ങൾക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ എഡ്യൂഫിക്സ് അക്കാദമിയുടെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഉത്തരവാദിത്തോട് കൂടിയിട്ട് നമ്മൾ ആ ഒരു കോഴ്സ് എടുത്തു തരുന്നതാണ്. ഫർദർ പ്രൊസീജിയറും ഫർദർ സപ്പോർട്ടുകളും മെൻറ്ററിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അസൈൻമെൻറ്റ് സപ്പോർട്ട് പോലെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി അപ്ഡേറ്റ്സും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ അറിയിക്കും. ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. കൂടുതൽ കോഴ്സുകളെ കുറിച്ച് അറിയാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വാട്സപ്പ് ചാനലിൽ ലോഗിൻ ചെയ്യാം. താങ്ക് യു.